ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വേള ചാറ്റിലേക്ക് സ്വാഗതം. കുറേ കാലമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഞാൻ എൻ്റെ കൃഷി പരിചരണത്തിനെ കുറിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കൃഷി പരിചരണം അത്ര വലിയ കൃഷിയൊന്നുമല്ല, കുറച്ച് പച്ചക്കറികൾ. ഞങ്ങളുടെ അവിടെ പന്നികളുടെ ശല്യം ധാരാളമാണ്. ഇതിപ്പോൾ ഈ നട്ടതൊക്കെ തന്നെ കിട്ടുന്ന വലിയ ഉറപ്പൊന്നുമില്ല, എങ്കിലും നോക്കാം. ഞാൻ വെണ്ട വിത്ത് നട്ടതാണ്. ഒരു 2 ആഴ്ച പ്രായമുണ്ട് ഇതിനൊക്കെ. ആദ്യം ഞാൻ മണ്ണെല്ലാം കിളച്ച് നേരാക്കി എടുത്തു. സത്യത്തിൽ അത് ആ മണ്ണ് നേരാക്കുമ്പോൾ തന്നെ ഇത്തിരി ലേശം ചുണ്ണാമ്പ് പൊടിയൊക്കെ ഇടേണ്ടതായിരുന്നു. അന്ന് എനിക്കത് അത്ര ഓർമ്മ വന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തില്ല. ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ ഇതിൻ്റെ ചുറ്റും കുറച്ച് ചുണ്ണാമ്പ് പൊടികളൊക്കെ ഇട്ട് ഇളക്കി കൊടുത്താണ്. കാണുന്നുണ്ടോ? എന്തെങ്കിലും കേട് സംഭവിക്കുമോ എന്ന് വിചാരിച്ചു, കാരണം ഇവിടെ മഴ കുറവാണ്, അത് കാരണം. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇന്ന് രാവിലെ കൊത്തി ഇളക്കി വെച്ചതാണിത്. മണ്ണ് കുറച്ച് ഒരുക്കി നേരാക്കി വെച്ചാണ്, ചുണ്ണാമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട്. ഇവിടെ കുറച്ച് വെണ്ടവ തന്നെ നടാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. കുറച്ച് ഇഞ്ചി എന്ന് പറഞ്ഞാൽ കറി വയ്ക്കാൻ വാങ്ങിയതാണ്. അതിലൊക്കെ മുള വന്നിരിക്കുന്നു. അപ്പം പിന്നെ അത് മണ്ണിലിട്ടിളയാന്ന് തോന്നിയിട്ട് ഒന്നിളക്കി അതൊക്കെ ഒന്ന് വെച്ച് നേരാക്കണം. നമ്മളെപ്പോഴും ആദ്യം തന്നെ മണ്ണിൽ ചുണ്ണാമ്പ് പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് വേണം നേരാക്കാൻ. ഇതെവിടെയും കുറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം നിറയെ പൂച്ചെടികളായിരുന്നു. മതിലിൻ്റെ അരികെ മുഴുവൻ ചെമ്പരത്തി, കോളാമി, പലതരത്തിലുള്ള 5-6 വട്ടം പൂച്ചെടികളായിരുന്നു. മതിലിലേക്ക് നിറയെ വളർന്നു നിൽക്കുമായിരുന്നു. ഇത്തവണ ഞാനതെല്ലാം വെട്ടി മാറ്റിയിട്ട് അവിടെ പച്ചക്കറി വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ പന്നികളുടെ നോട്ടം അധികമില്ല എന്ന് വിചാരിച്ചിട്ടാണ്, ഒരു പരീക്ഷണാർത്ഥം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ശീമക്കൊന്നകൾ പറയും, ശീമക്കൊന്നയുടെ ഇലയാണ്. ഇത് നല്ല വളമാണ്. ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ വളർന്ന് മാത്രമല്ല, അവിടെ കളച്ചെടികൾ മുളയ്ക്കില്ല അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിനു വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇതിൽ ഇലകളൊക്കെ കണ്ടില്ലേ, എന്തോ പുഴു വന്ന് തിന്നിട്ട് പോകുന്നുണ്ട്. അന്ന് നിറയെ നിന്നിട്ട് ഞാനിത്തിരി ഈ ചാഴിപ്പൊടി പോലെ ഇട്ട് കൊടുത്തു. കാരണം ഇപ്പോൾ ഇത് വെണ്ടയ്ക്ക് പൂ കായൊന്നും ആയിട്ടില്ല. ആയപ്പോഴും നമുക്കത് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് ചെന്ന ചെടി വളർന്ന് വലുതായി വന്നിട്ടുണ്ട്. ഇതിനുമൊക്കെ ഞാൻ ചുണ്ണാമ്പിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ്. ഞാനിപ്പോൾ വഴുതനങ്ങ തൈ കുറച്ചപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ പുറത്ത് പോയി വരുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് വഴുതനങ്ങ തൈ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇഞ്ചി വെക്കണതിൻ്റെ ഇടയിൽ ഈ വഴുതനങ്ങ തൈയൊക്കെ ഒന്ന് നട്ട് കൊടുക്കാമെന്ന്. ഒരു 2-3 ഇവിടെ, പിന്നെ വേറെ സ്ഥലത്ത് ചെയ്യാമല്ലോ. നോക്കട്ടെ എങ്ങനെ വരുന്നുള്ളത്. നന്നായി വന്നാൽ നന്നായിരുന്നു. കുറച്ച് അകലത്തിൽ തന്നെ നടാം. കാരണം മുമ്പ് ഞാൻ ഇതുപോലെ നട്ടിട്ട് ആ വഴുതനങ്ങ തൈ 4 വർഷം വരെ എനിക്ക് ഫലം തന്നുകൊണ്ടിരുന്നു. ഇത് കുറച്ച് വലിയ തൈ നോക്കി തരാം. ഇതൊരു വീട്ടിൽ നിന്ന് അവർ തന്നാണ് എനിക്ക്. നോക്കാം, പിടിക്കുമോ നോക്കാം. മഴ കിട്ടിയാൽ നന്നായി. മഴക്കാലത്തും നനച്ചു കൊടുക്കേണ്ട ഒരവസ്ഥയാണ് പാലക്കാട്. അതിൻ്റെ ഇടയിൽ കൂടി ഈ പൂച്ച വന്നതിനെ ബുദ്ധിമുട്ടിക്കണം. നോക്ക്, അവൻ ചെടിയുടെ ഇടയിൽ കൂടിയൊക്കെ നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നമുക്കത് വെച്ച് കൊടുക്കാം, 2 എണ്ണം. വെണ്ടയ്ക്ക വിത്ത് ഒരു തടത്തിലൊന്നല്ല, ഞാൻ 2-3 എണ്ണം കിട്ടും. ചിലപ്പോൾ മുളയ്ക്കാതിരുന്നാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എല്ലാം മുളച്ചു. അപ്പോൾ ഇതിൽ ആരോഗ്യമുള്ള തൈനെ മാത്രം നിർത്തി ബാക്കി ഞാൻ പറിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒന്നുകൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ വഴുതിരിങ്ങ. ഹരേ കൃഷ്ണ നോക്കട്ടെ എങ്ങനെ വരുന്ന അറിഞ്ഞില്ല. മഴ പെയ്താൽ നന്നായിരുന്നു. വെച്ച് കഴിഞ്ഞ ഉടനെ ഒരു മഴവെള്ളം, നമ്മൾ സാധാ വെള്ളം എത്ര കൊടുത്താലും അതിൻ്റെ ഒരു ഗുണം കിട്ടില്ല. നോക്കാം. ഇനി ഇതാ കുറച്ച് ഇഞ്ചി കണ്ടില്ലേ, ഇഞ്ചി ഇതാ മുള വന്നിരിക്കുന്നു. ഇതിനെ ഒന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇത് അടിയിലേക്ക് വളർന്നു വരുന്നതല്ലേ, അതിനെ നമുക്ക് അടിയിലേക്ക് വെച്ച് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് അങ്ങനെ കുറച്ച് ഉണ്ടായതാണ്. അപ്പോൾ നോക്കട്ടെ, വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് അതും കൂടി അങ്ങോട്ട് ശരിയായി വരും. ഓക്കെ. എങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ കുറേശ്ശെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണം. രാസവളങ്ങളൊന്നും ചേർക്കാതെ നമ്മുടെ ചാരവും വെള്ളവും ഇതുപോലെ തൂപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യണം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളും കിട്ടും,
പേടിക്കാതെ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചത് വന്ന് വരട്ടെ, അതൊക്കെ ഒന്ന് വളർന്ന് വരുന്നതാണ് എൻ്റെ വിശ്വാസം. നന്നായിട്ട് വരട്ടെ. മണ്ണിൻ്റെ കേട് മാറും. നമ്മൾ അതിനാണ് ഈ ചുണ്ണാമ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാനത് ഈ വെണ്ടയ്ക്ക തൈകൾ വെക്കുമ്പോൾ ഞാനത് ചെയ്യാൻ മറന്നുപോയി. പക്ഷേ ഇപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ഇടയിലും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വരും. നോക്കട്ടെ. ഇവിടെയൊക്കെ നേരത്തെ നിറയെ വാഴകളായിരുന്നു. അത് കാരണം വാഴകളുടെ ഒരു ചപ്പുചെടിയുടെ ഉണ്ടാവുകയെന്ന് നോക്കാമല്ലോ. നമുക്ക് പരീക്ഷിക്കാം. പരീക്ഷണത്തിലൂടെയാണല്ലോ എല്ലാം നമ്മൾ വിജയിക്കുന്നത്. അത്ര വലിയ കൃഷിയൊന്നും അല്ല, എങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം കുറച്ച് വെച്ചിട്ട് ഇഞ്ചിയൊക്കെ ഇത്തിരി ഒരുവിധമൊക്കെ ഉണ്ടായതാണ്. നമ്മുടെ ചുണ്ണാമ്പിട്ട് കൊടുത്ത് മഴ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ മഴ കാണാനില്ല. ഇനിയിപ്പോൾ നനച്ച് കൊടുക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം. നോക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പുതിയ ആൾക്കാരാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ കുഴപ്പമില്ലാതെ തന്നെ വരുന്നതാണ് തോന്നുന്നത് വെണ്ടയ്ക്ക തൈകളൊക്കെ. ഉണ്ടോ? ഓണം ആകുമ്പോഴത്തേക്കും കുറച്ച് വെണ്ടയ്ക്കയൊക്കെ കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ നല്ല വെയിലാണ് ഇവിടെ, കണ്ടില്ലേ? ഇനിയിപ്പോൾ തന്നെ ഒന്ന് നനച്ച് കൊടുക്കണം തോന്നും. അപ്പോൾ ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.